ചട്ടനും നടക്കുകയല്ല. ആ പ്രസ്ഥാനം ഇവിടെ നടക്കുകയല്ല. ഇടോ പറയിച്ച ഞാൻ പറയുന്നത് അച്ഛൻ ഒരു പുല്ലും പറയണ്ട. അവിടെ പോ. കൂടെ കളിച്ചു വളർന്നവനാണല്ലോ, നാട്ടുകാരനാണല്ലോ എന്നൊക്കെ ഓർത്താ അച്ഛന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇവിടെ വന്നത്. വേവത്തില്ലച്ചോ, ഈ പരിപ്പ് വർഗീസ് കൂനമാവിന്റെ മുതുകത്ത് വേവത്തില്ല. മേരിക്കുഞ്ഞെ എണീറ്റേ എണീറ്റേ. അച്ഛൻ ഇങ്ങനെ ഉടക്കി പിരിഞ്ഞാൽ എങ്ങനെ നമുക്ക് സംസാരിക്കാം? മേരിക്കുഞ്ഞെ, നീ ഡോക്ടറുടെ റിപ്പോർട്ടോ വൈദ്യരുടെ കുറിപ്പടിയോ എന്തു അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്താലും ഈ കുഴിയിൽ ഞാൻ വീഴില്ല. ചട്ടനാണെങ്കിലും ചെക്കന് ചാപ്പാടിന് കുറവൊന്നും ഉണ്ടാവില്ല. ഒറ്റയ്ക്കായി ജീവിച്ചു പോവാൻ പാടുള്ള ഈ കാലത്ത് രണ്ടെണ്ണോ? എന്തിനാ അച്ഛോ എനിക്ക് രണ്ടെണ്ണം? ഇടോ ചത്ത് തൊലയുമ്പോ തലയ്ക്കും കാലിനും പിടിക്കാൻ ഓരോന്ന് വേണോടോ? തലയ്ക്ക് പിടിക്കാൻ ഒരുത്തം മതി, കാലിന് നാട്ടുകാർ പിടിച്ചോളൂ. മേരിക്കുഞ്ഞെ, നീ വരുന്നുണ്ടോ അതോ എന്റെ തനിക്കുണം കാണണോ? അച്ഛോ, ഇത് ഞാനോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. പറയുന്നത് വലിയ അന്യായാണെന്നറിയാം. എന്നാലും ഒറ്റയ്ക്ക് കൊടുക്കോ ആ ചട്ടില്ലാത്ത കൊച്ചിനെ?